പാലാ നഗരസഭയുടെ കീഴിലുള്ള ജനറൽ ആശുപത്രി, ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി, വെൽനസ് സെന്റർ എന്നിവയുടെ മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്തതിൽ വിയോജനക്കുറിപ്പുമായി പ്രതിപക്ഷം. നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. പാർശ്വവർത്തികളെയും നിക്ഷിപ്ത തൽപര കക്ഷികളെയും കമ്മിറ്റിയിലേക്ക് തിരികെ കയറ്റിയത് അംഗീകരിക്കാനാവില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ബിജു പാലുപ്പടവൻ പറഞ്ഞു. ഇതേസമയം പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പ് സ്വീകരിച്ചുകൊണ്ട് തന്നെ 3 ആശുപത്രികൾക്കും വെൽനസ് സെന്ററിനും മാനേജ്മെന്റ് കമ്മിറ്റി നിലവിൽ വന്നതായി ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. നഗരസഭയിൽ നിന്ന് മോഷണം പോയ ഫയൽ സംബന്ധിച്ചും പ്രതിപക്ഷാംഗങ്ങൾ ചോദ്യമുന്നയിച്ചെങ്കിലും അത് പോലീസിന്റെ അന്വേഷണത്തിലിരിക്കുന്ന കാര്യമാണെന്നായിരുന്നു ചെയർപേഴ്സന്റെ മറുപടി. ജനറൽ ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് 12 അംഗ പാനലാണ് കൗൺസിൽ യോഗത്തിൽ അംഗീകാരത്തിനായി വന്നത്. MP, MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബന്ധപ്പെട്ട വാർഡിലെ കൗൺസിലർമാർ, ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്ക് പുറമെ അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടം, N. സുരേഷ്, ജോഷി ജോൺ വട്ടക്കുന്നൽ എന്നിവർ പൊതുപ്രവർത്തകരുടെ വിഭാഗത്തിലും പാർട്ടി പ്രതിനിധികളായി തോമസ് R.V. ജോസ്, ജോബി കുറ്റിക്കാട്ട്, അനസ് കണ്ടത്തിൽ, TK വിനോദ്, ജോർജ് കുട്ടി, VM, ചൈത്രം ശ്രീകുമാർ, സജേഷ് ശശി, PK ഷാജകുമാർ, മുരളീധരൻ PR തുടങ്ങിയവരാണ് KM മാണി സ്മാരക ജനറൽ ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയിലുള്ളത്. കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങളെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. i4 ന്യൂസ്, പാലാ.